അതിജീവിതക്ക് നീതി കിട്ടിയില്ല, ഇരകൾക്ക് നീതി കിട്ടിയില്ല. അതെന്ത് ഇരകൾ അല്ലേ? അതായത് ദിലീപും ഇവിടെ ഇരയാണ് എന്ന് തന്നെയാണ് ഒട്ടുമിക്ക ആളുകളും വിശ്വസിക്കുന്നത്. വിധിപകർപ്പ് കിട്ടിയതോട് കൂടിയിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നു ദിലീപിനെ മനഃപൂർവ്വം കുടുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകൾ ഇതിലുണ്ട് എന്നുള്ളത്. ബൈജു പൗലോസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരുപാട് സാക്ഷികളെ കൊണ്ട് കള്ളത്തരം പറയിപ്പിച്ചു എന്നുള്ളത് കോടതിയിലെത്തുന്നു, പൊളിയുന്നു. കൊണ്ടുവന്ന ഓരോ തെളിവുകളും മാനിപ്പുലേറ്റഡ്. ദിലീപുമായിട്ട് പൾസർ സുനിക്ക് നേരിട്ട് ഒരു ബന്ധവും കാണാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ലാൽ എന്ന് പറയുന്ന ആ വ്യക്തിയും അയാളുടെ മകനുമായിട്ട് പൾസർ സുനിക്കും ഈ മാർട്ടിനും ബന്ധമുണ്ട് എന്ന് പോലീസുകാർക്ക് തെളിയിക്കാൻ സിമ്പിൾ ആയിരുന്നു. പക്ഷെ ആ വഴികളിലൂടെയൊന്നും ആ കേസ് പോയില്ല. നേരെ ദിലീപിന് വന്ന ഊമക്കത്തല്ല, ജയിലിൽ നിന്നും വിപിൻ ലാലിനെ കൊണ്ട് എഴുതിച്ച കത്ത്, പൾസർ സുനി എഴുതിച്ച കത്തും പൾസർ സുനി എഴുതിയ കത്തും എന്ന രീതിയിൽ 2 കത്തുകൾ വന്നു എന്ന് ഇപ്പോ അഡ്വക്കേറ്റ് മിനി ചേച്ചി പറയുന്നു. എന്തൊക്കെയാ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷെ എന്തുകൊണ്ട് ലാലിലേക്ക് അന്വേഷണം പോയില്ല? ഇവിടെ ദിലീപ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ്. ഒരു കൂട്ടം ആളുകൾ ദിലീപിനെ വെല്ലുവിളിക്കുന്നുണ്ട്. ദിലീപ് ഏത് രീതിയിലാണ് ഈ കേസിനെ സമീപിച്ചത് എന്ന് നടി ആക്രമിക്കപ്പെട്ട 2ാമത്തെ ദിവസം സിനിമാ ലോകത്തുള്ള എല്ലാവരും സംസാരിക്കുന്ന ആ വേദിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാ, ഇരക്കൊപ്പം തന്നെയാണ് നമ്മളെപ്പോഴും. അങ്ങനെ തന്നെയാണ് ദിലീപ് സംസാരിച്ചത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിശോധിച്ച് പോകാനുണ്ട്. ആദ്യം തന്നെ നമ്മുടെ അതിജീവതയുടെ മെമ്മറി കാർഡിനെ കുറിച്ച് മാത്രം അന്വേഷിച്ച ആ അഡ്വക്കേറ്റ് പറയുന്ന വാക്കുകൾ ഒന്ന് കേൾക്കാം. ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ലാലും ലാലിന്റെ മകനും കൂടി പ്ലാൻ ചെയ്ത വേറൊരു കഥയാണ് അയാൾ അതിനകത്ത് അവതരിപ്പിക്കുന്നത്. വേറൊരു കാര്യം അറിയോ? ലാലിന്റെ സ്റ്റുഡിയോയിലെ ഓണർ ആരാന്ന് അറിയാമോ? അപ്പോയിന്റ് ചെയ്തതല്ലേ ദിലീപും ഈ പൾസർ സുനി മാർട്ടിനും. ലാൽ ക്രിയേഷൻസിന്റെ ഡ്രൈവർമാരെന്നല്ലേ നിങ്ങൾക്ക് അറിയണത്. അതിലെ പങ്കാളി ആരാണെന്ന് അറിയാമോ? പാർട്ട്ണർ ദിലീപ്. മനസ്സിലായില്ലേ? എന്താ എന്റെ മേഡം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളുടെ മുന്നിലേക്ക് പുതിയൊരു കഥ അങ്ങ് ഇടുകയാണോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അവിടെ ഒരു ചെറിയ തിരുത്ത് നമുക്ക് കൊടുക്കാം. എന്തുകൊണ്ട് ലാലിലേക്കും ലാലിന്റെ മകനിലേക്കും കേസ് പോകുന്നില്ല എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഇവർ ഉരുണ്ട് കളിക്കും. അതിനിടയിൽ അവർ കണ്ടെത്തിയ ഒരു കണ്ടെത്തലായിട്ട് നമുക്കിതിനെ കാണാം. അതായത് പൾസർ സുനിയെയും മാർട്ടിനെയും ആരെ പറഞ്ഞത് ദിലീപാണ് എന്ന് പറയുന്ന മേഡം ലാൽ മീഡിയയിൽ ദിലീപിന് പങ്കാളിത്തം എന്നുള്ളത്. ഈ ലാൽ മീഡിയ എന്ന് പറയുന്ന സ്ഥാപനം പൂർണ്ണമായിട്ടും ലാലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അയാളുടെ മകനാണ് ഇപ്പോൾ അത് കൊണ്ടു നടക്കുന്നത്. പിന്നെ ദിലീപും സുരേഷ് ഗോപിക്കും ഇതിൽ ചെറിയൊരു ബന്ധമുണ്ട്. അത് ഞാൻ വായിച്ചു തരാം. ലാൽ മീഡിയയുടെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം നടനും സംവിധായകനുമായ ലാലിന് മാത്രമാണ്. ലാൽ MP മൈക്കിൾ എന്നാണ് ഫുൾ നെയിം. DLS സിസ്റ്റം, അതായത് ഡിജിറ്റൽ ലാൽ സിസ്റ്റം എന്നാണ് അതിന്റെ ഫുൾ ഫോം. ലാൽ മീഡിയയിൽ ഡിജിറ്റൽ സൗണ്ട് റെക്കോർഡിങ്ങിനായി DLS എന്ന സൗകര്യം ഒരുക്കുന്നതിനും ലാലിനോടൊപ്പം നടന്മാരായ ദിലീപും സുരേഷ് ഗോപിയും സഹകരിച്ചിരുന്നു. ഇവരുടെ മൂവരുടെയും പേരുകളാണ് ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് DLS എന്ന പേര് നൽകിയിരിക്കുന്നത്. ഈ സാങ്കേതിക വിഭാഗത്തിലെ സഹകരണം ഒഴിച്ചു നിർത്തിയാൽ സ്ഥാപനത്തിന് ദിലീപിന് യാതൊരു ഉടമസ്ഥാവകാശവും ഇല്ല, ഒരു പങ്കാളിത്തവും ഇല്ല എന്നുള്ളതാണ്. ഈ മേഡം എങ്ങനെയെങ്കിലും പൾസർ സുനിയും മാർട്ടിനും ദിലീപൊക്കെ ഭയങ്കര ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ലാലിലേക്ക് അന്വേഷണം പോയില്ല, ലാലിന്റെ മകനിലേക്ക് അന്വേഷണം പോയില്ല എന്ന് പറയുമ്പോൾ കൊഞ്ഞലം കുത്തുന്നു. എന്താ മേഡം ഇത്? ജനങ്ങൾ ഇത് കാണുന്നുണ്ട് എന്നുള്ള ബോധം വേണ്ടേ? മറ്റൊരു ചാനലിൽ അത് ചോദിച്ചപ്പോൾ എന്നോട് അതൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അവിടുന്ന് എണീറ്റ് പോകുന്നു. ശ്രീജിത്ത് പണിക്കരുടെ മുന്നിൽ ഉത്തരം മുട്ടിയിട്ട് എണീറ്റ് പോകുന്നു. പലയിടങ്ങളിൽ ഇത് സംഭവിക്കുന്നു. പക്ഷെ ഇവിടെ മറുചോദ്യം ഇല്ല. ചോദ്യം ഇതാണ്, ലാലിലേക്ക് എന്തുകൊണ്ട് പോയില്ല, ലാലിന്റെ വാഹനത്തിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോയില്ല, ലാലിന്റെ മകനെ എന്തുകൊണ്ട് അന്വേഷണ വിധേയമാക്കിയില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? പൾസർ സുന്നി ഉണ്ടല്ല, പൾസർ സുന്നി മാർട്ടിന് എങ്ങനെ പോയേ? അതേ നമ്മളെ ചെക്കൻ വിട്ടാണ് ദിലീപ് പാർട്ണറാണ്. ആരത്? ഞാനെന്ത് പറയാനാണ് എന്റെ പൊന്നു മേഡം? ആ ഒരു സ്ഥാപനത്തിലെ പൂർണ്ണ ഉത്തരവാദിത്വം, പൂർണ്ണമായിട്ട് അതിന്റെ ഉടമസ്ഥാവകാശം അത് ലാലിനാണ്. ലാലിന്റെ മകനാണ് അത് കൊണ്ടു നടക്കുന്നത്. ഈ ലാലിന്റെ മകനിലേക്ക് എന്തുകൊണ്ട് കേസ് പോകുന്നില്ല എന്ന് വലിയ സംശയമാണ്. കാരണം WCC പോലും മിണ്ടാതിരുന്ന ഒരു കാര്യമുണ്ട്. ലാൽ മീഡിയയിൽ ലാലിന്റെ ക്രിയേഷനിൽ ഒരു സിനിമ വന്നിരുന്നേ. ആ ഒരു സിനിമയിൽ ഒരു സ്ത്രീയുടെ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്ന സ്ത്രീയുടെ എന്തോ നേവൽ എന്തോ കാണിച്ച് സിനിമ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കഥ, അത് ഞാൻ വാർത്തയിൽ കാണിച്ചു തരാം, വീഡിയോയിലുണ്ട്. അന്ന് ഒരാൾ സംസാരിച്ചില്ല. പക്ഷെ ഇരട്ടത്താപ്പ് ഇന്നും കാണുന്നുണ്ട്. അവളോടൊപ്പം എന്ന പ്രഹസനത്തോട് കൂടിയിട്ട് എന്തിനോ വേണ്ടിയിട്ട് തിളക്കുന്ന കുറച്ച് ആളുകൾ ഇരക്ക് നീതി കിട്ടാൻ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇരയോടൊപ്പം തന്നെ നിൽക്കണം. ഇനി മാഡം കൂടെ പറയുന്നുണ്ട്, കേൾക്കാം. ഇതൊന്നും കോടതിക്ക് വിഷയമേ അന്വേഷിച്ചിട്ടില്ല. ഇവരുണ്ടാക്കിയ ഈ കഥ ഇതിൽ ഇവര് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത ആ പയ്യനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലാലിന്റെ
മകനും. അങ്ങനത്തെ ഒരു കേസൊന്നും നിൽക്കില്ല. ലാലിന്റെ മകനോട് എന്താണ് ഇത്ര ഒരു വാത്സല്യം എന്നൊക്കെ മനസ്സിലായില്ല കേട്ടോ. എന്റെ പൊന്നെ അമ്മച്ചി, ഒരു കാര്യം ചോദിച്ചേക്കാം. ലാലിന്റെ വീട്ടിൽ നിന്ന് വിട്ട വണ്ടി, ലാലിന്റെ ഡ്രൈവറായ മാർട്ടിന് ഇവരെ വിട്ടിട്ടുള്ളത്. ഈ സംഭവമൊക്കെ നടന്നിട്ട് ലാലിന്റെ വീട്ടിലേക്ക് ആ വണ്ടിയുമായിട്ട് ആ ഡ്രൈവർക്ക് വരാൻ പറ്റിയെങ്കിൽ, തോന്നിയെങ്കിൽ അതിന്റെ പിന്നിൽ ഒന്നുമില്ല എന്ന് വിശ്വസിക്കാൻ ഞങ്ങള് പൊട്ടന്മാരൊന്നുമല്ല. ലാലിലേക്ക് ഒരു തരത്തിൽ ഇത് പോകരുത് എന്ന് മേഡവും ആഗ്രഹിക്കുന്നു. ദിലീപ് മാത്രമാണ് കുറ്റക്കാരൻ. പറഞ്ഞത് കേട്ടില്ലേ? ദിലീപിന് ലാൽ മീഡിയയിൽ പങ്കാളിത്തമുണ്ട്, അതുകൊണ്ട് ദിലീപ് ചെയ്തതാ. ലാലിന്റെ കമ്പനിയിലുള്ള ഡ്രൈവർമാരാണെന്ന് മേഡം തന്നെ സമ്മതിച്ചല്ലോ അല്ലെ. അപ്പോ ലാലിലേക്ക് സംശയം പോകരുത്. പങ്കാളിത്തമുള്ള ഒരാൾക്ക്, ഈ സ്ഥാപനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉടമയായിട്ടുള്ള ലാലിലേക്ക് പോകരുത്, പങ്കാളിത്തമുള്ള ദിലീപിലേക്ക്. അങ്ങനെ സുരേഷ് ഗോപിയിലേക്കും പോട്ടെ, സുരേഷ് കൂടി ചേർന്നിട്ടുള്ളതാണ് ആ ഒരു സംഭവം. കൊള്ളാം. ഇനി മേഡത്തിന് ഈ ലാലിന്റെ മകൻ വളരെ പുണ്യാളനാണെന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്കതൊന്ന് കാണാം. ഹണി 2 എന്ന സിനിമയുടെ സെൻസർ കോപ്പിക്കായി സെൻസർ ബോർഡിനെ സമീപിച്ചതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ CD അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചത്. മറ്റൊരു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ ചിത്രീകരിച്ച് തന്റേതാണെന്ന തരത്തിൽ പ്രചരിപ്പിച്ചെന്ന നടിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ഇതുവഴി പോലീസിന് ബോധ്യമായി. ബോഡി ഡബിൾ നടന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബോഡി ഡബിൾ എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീ 50,000 രൂപയ്ക്ക് അഭിനയിക്കാൻ വന്ന ജൂനിയർ ആർട്ടിസ്റ്റ്, വലിയ ടിസ്റ്റാണ്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് 50,000 രൂപ, കൊള്ളാം, 50,000 രൂപ കൊടുത്തു വരുന്നു. അവർക്ക് ഫസ്റ്റ് ദിവസം ഷൂട്ടിങ്ങിൽ അവർക്ക് തൃപ്തി വന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് ശ്രീനിവാസൻ എന്തോ ശാരീരിക ബുദ്ധിമുട്ടുള്ള കാരണം അദ്ദേഹത്തിന്റെ ഷൂട്ട് മാത്രം നടന്നുള്ളൂ. ഒരു ദിവസം വരെ പോസ്റ്റ് ആക്കി, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിറ്റേ ദിവസം ഇതേപോലെ തന്നെ ഉച്ച വരെ വൈകി. ആ സമയത്ത് അവർക്ക് ആകെ കംഫർട്ട് പോയി. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു അവർ പോയി എന്നാ പറയുന്നത്, ലാല് പറയുന്നത്. പക്ഷെ ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി പറയുന്നുണ്ട് അവർക്ക് ഡിസ്കംഫർട്ടായി, അവരോട് എന്തോ പറഞ്ഞു, അതുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അതിന് ആ സ്ത്രീ പോയി കംപ്ലൈന്റ് കൊടുത്തു കേട്ടോ. അത് വൃത്തികേടുകൾ പറഞ്ഞു എന്നും ഇങ്ങനെ ഈ ഒരു വൃത്തികേട് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ കൃത്യമായിട്ട് അന്വേഷിച്ചു. പക്ഷെ പണത്തിന്റെ മുകളിൽ പരുന്ന് മറക്കില്ല, പൈസ കൊടുത്തിട്ട് അത് ഒത്തുതീർപ്പാക്കി. നേരെ ഹൈക്കോടതിയിൽ എത്തി, ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. ഒത്തുതീർപ്പാക്കിയ വിഷയമല്ലേ പറയണ്ടെന്നുള്ളത്. ഇനി ലാൽ അതിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. പിന്നല്ല, അത് ഇതിനൊക്കെ പേടിച്ചിട്ട് പൈസ കൊടുത്തിട്ട് ഒതുക്കാന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നത് അക്രമമായിരിക്കും. അക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോട് ചെയ്യുന്ന അക്രമമായിരിക്കും. കാരണം വെച്ചാൽ ഇത് ഒരു ന്യായം അറിയിക്കുന്ന ഒരുപാട് സ്ത്രീകൾ പ്രശ്നങ്ങളിലൊക്കെ പെടുമ്പോൾ അവർ വരുമ്പോഴും അതിനെയൊക്കെ കാണുന്നത് ഈ ഒരു രീതിയിലായി പോകുമെന്ന് പറയുന്നത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് മറ്റ് നടിക്കുണ്ടായപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു നിന്ന പോലെ തന്നെ ഈ കാര്യത്തിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് ഇതിനെ എതിർത്ത് നിൽക്കുന്നതും സ്ത്രീകൾക്ക് വേണ്ടി. അതെ 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 ഈ കേസിൽ നിന്നിട്ട് അവസാനം എന്താ, പൈസ കൊടുത്തിട്ടൊന്നും തീർപ്പാക്കണ്ടെന്നാണ്. പണം കൊടുത്ത് ഈ പരിപാടി അവസാനിപ്പിച്ചിട്ട് ഇപ്പോ ക്യാമറക്ക് മുന്നിൽ ഡയലോഗ് അടിച്ചത്. അന്ന് 8 വർഷം മുമ്പ് നടി ആക്രമിച്ച ആ ഒരു സമയത്ത് നടന്ന കാര്യമാണ്. WCC ഒന്നും മിണ്ടിയില്ല, ആ സ്ത്രീക്ക് വേണ്ടി ആരും സംസാരിച്ചില്ല കേട്ടോ. അതാണ് ഇരട്ടത്താപ്പ്. ഒന്നും ഉണ്ടാകേണ്ട കാര്യമൊന്നും കാണാനില്ല. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ സാഹചര്യം ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞാൽ അതിന് വളരെ ഇത്രയും ചാനലുകാരും എല്ലാവരും എത്തിയില്ലേ. അപ്പൊ അത് തന്നെ ഒരു വലിയൊരു സക്സസ് അല്ലേ. സാധാരണഗതിയിൽ ഇപ്പൊ ഈ പഴയ കേസൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞ് ചിലപ്പോൾ ഇത്രയും ഇതിന് ചൂടുണ്ടാകണമെന്നില്ല. അപ്പൊ നല്ല സമയമാണ് എന്ന് കണ്ടിട്ട് തന്നെ ആയിരിക്കും. കേട്ടില്ലേ, കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഇത് ആരും ശ്രദ്ധിക്കാതെ ഒഴിവാകുന്നു. അപ്പൊ അങ്ങനെ പലതും ഒഴിവായി പോയിട്ടുണ്ട് എന്നാണ് ഒരു സൂചന തരുന്നത് അല്ലെ. പലതും ഒഴിവായി പോയിട്ടുണ്ടാവാം. ഇപ്പൊ ഒരു പ്രശ്നം നടന്നുകൊണ്ട് ജനങ്ങൾ അത് ചർച്ച ചെയ്യുന്നു. കൊള്ളാം, പറയുന്നുണ്ട് പലതും. ഞാനൊന്നും പോയില്ല. അനൂപ് എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. പുള്ളി പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഒറിജിനൽ സ്ക്രിപ്റ്റ് കാണിച്ചു. അതിനകത്ത് ഇവള് പോയത് കൊണ്ടിട്ട് ഒഴിവാക്കേണ്ടി വന്ന ഭാഗം കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സീൻ കാണിച്ചു കൊടുത്തു. ഇതിനകത്ത് എന്തെങ്കിലും വിധത്തിലുള്ള, അപ്പോൾ ആദ്യം പറഞ്ഞത് ആഭാസകരമായ ഡ്രസ്സ് ഇടാൻ പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ പരാതിയിലാണോ അവിടെ പറഞ്ഞതാണോന്ന് അറിയില്ല. അതിനകത്തൊരു ആഭാസകരമായിട്ട് ഡ്രസ്സും ഇല്ല, ആ പടത്തിലേ ഇല്ല. മാത്രമല്ല യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ പടമാണ്. അതിനകത്ത് അങ്ങനെ സംഭാഷണങ്ങളും ഇല്ല. അതായത് ആ ഒരു പെൺകുട്ടി കള്ള വാർത്ത കൊടുത്തു, പരാതിപ്പെട്ട് എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായില്ല. അശ്ലീലങ്ങൾ ഞാൻ പറയാറ് പോലും ഇല്ല എന്നാണ് ലാല് പറയുന്നത്. ലാലിന്റെ മകൻ തീരും പറയാറില്ല എന്നുള്ളത്. ഹണിബി 1-2 കണ്ട ആളുകൾക്ക് അറിയാം. അത് പറയാതെ തന്നെ സംവിധായകന്റെ മികവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്താല്ലേ, ഇത് അനൂപ് എന്നൊരാളുടെ പേര് കേട്ടില്ലേ, പ്രൊഡക്ഷൻ കൺട്രോളറോ അങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞല്ലോ. ഇതേ പേര് ഇവിടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പറഞ്ഞിട്ടുണ്ട്. സുനിയെ വിളിച്ച നടിക്ക് വാഹനം റെഡിയാക്കി കൊടുത്ത ആള് തന്നെയാണ് ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തി. അന്ധകാലത്തിൽ അയാളുടെ പേര് പറയുന്നുണ്ട്. വേറെ എവിടെയും നമ്മളത് കേട്ടില്ല. FIR കോപ്പിയിൽ മറ്റുള്ള വിധി പകർപ്പിലൊന്നും ഇവരുടെ പേരുകളിൽ, ഇവരുടെ വാഹനമില്ല, ഒന്നുമില്ല. ആകാശത്ത് നിന്ന് പൊട്ടി വീണ ഒരു കേസാന്നുള്ളതാ. എന്നാൽ അന്ന് അന്ന് മാതൃഭൂമി ന്യൂസ് കൊടുത്ത ഈ ഒരു വാർത്ത ഒന്ന് കാണാം. ബോഡി ഡബിൾ ചിത്രത്തിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. അതിനിടെ ചിത്രത്തിന്റെ മേക്കപ്പ് മാനെ പോലീസ് ചോദ്യം ചെയ്തു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനെ തുടർന്ന് നടി എതിർപ്പറിയിച്ച് സെറ്റിൽ നിന്ന് മടങ്ങുകയായിരുന്നെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്.
അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര എസി പി ഷംസിന്റെ നേതൃത്വത്തിൽ ഹണിബി 2 ചിത്രീകരണം നടന്ന കുമ്പളത്തെ റമദ ഹോട്ടലിലെത്തി ഉടൻ തെളിവെടുക്കും. CCTV ദൃശ്യങ്ങളടക്കം കണ്ടെടുക്കാനും നീക്കമുണ്ട്. സിനിമയിലെ മറ്റ് താരങ്ങളുടെ മൊഴിയും ഉടൻ ശേഖരിക്കും. പ്രാഥമിക അന്വേഷണത്തിൽ ബോഡി ഡബിൾ നടന്നതായി ബോധ്യമായതോടെ ജിൻപോൾ ലാൽ അടക്കമുള്ള 4 പ്രതികളെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. അശ്ലീല ചുവയോട് സംസാരിച്ചു, പ്രതിഫലം തരാതെ വഞ്ചിച്ചു എന്നീ ആരോപണങ്ങളും നടി അണിയറ പ്രവർത്തകർക്കെതിരെ നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലും അന്വേഷണം നടന്നു വരികയാണ്. യശ് രാഗിൻ. എന്തായാലും ഇത് ഒത്തുതീർപ്പാക്കിയപ്പോൾ പോലീസുകാർ പറഞ്ഞു അങ്ങനെ ഒത്തുതീർപ്പാക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയെ രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരറിയാതെ അവരുടെ ഒരു സീൻ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പോലീസ് പറഞ്ഞു. പക്ഷേ ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഹൈക്കോടതി തള്ളി. ഇത് തീരുമാനമായ കേസൊന്നും ഇവിടെ കൊണ്ടുവരല്ലേ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിപ്പോയി. പക്ഷേ ഇതേപോലെ ലാലിന്റെ വാക്ക് കേട്ടില്ലേ, ഇത് ഇപ്പോൾ ഒരു വിഷയമായി നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് ഇത് വിഷയമായത്, അല്ലെങ്കിൽ അത് വിഷയമാവില്ല എന്ന്. വേറെ വല്ല സമയത്താണെങ്കിൽ ഇത് ഓക്കെ ആയിരുന്നു. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ടാവില്ലേ. അന്വേഷണങ്ങൾ ഇതേമാക്കണ്ടേ. ഇനി മാർട്ടിൻ പറഞ്ഞ കുറച്ച് വാക്കുകളിൽ ഈ ലാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ സ്മഗ്ലറാണെന്നൊക്കെ പറയുന്നുണ്ട്. കേരള പോലീസിന് അത് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് കേരള പോലീസ് ഇപ്പോൾ ഈ ഒരു കേസിൽ നല്ല അടിപൊളിയായിട്ട് മൂഞ്ചിയല്ലോ. ആ സമയത്ത് വന്നൊരു വാർത്തയാണ്, ഇന്ന് വന്ന വാർത്തയാണ്. ഷൈൻ ടോച്ചാക്കോ ഒരു ഹോട്ടലിൽ നിന്ന് ഓടി ഓർമ്മ ഉണ്ടോ, എന്തോ ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ലഹരി ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആളെ വെറുതെ വിട്ടിട്ടുണ്ട് ഇപ്പോൾ. അതായത് അയാൾ ഉപയോഗിച്ചു എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിപ്പോ എവിടെ പരിപാടി അവതരിച്ചാൽ ഇതാ അവസ്ഥ. ഇനി ലാല് പറയുന്ന ഈ വാക്ക് കേൾപ്പിക്കാനാണ് ഞാൻ കാത്തിരുന്നത്. കേൾക്കാം. പണത്തിന് വേണ്ടി ഇങ്ങനെ ഒരാള് തുനിഞ്ഞിറങ്ങുമെന്ന് കരുതുന്നുണ്ടോ? പണത്തിന് വേണ്ടി മാത്രം അതിൻ്റെയൊക്കെ അപ്പുറത്തൊക്കെ ചെയ്യുന്ന കാലഘട്ടമാണ്. നമുക്കൊന്നും അറിയാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ ആരൊക്കെ എന്തൊക്കെ അക്രമങ്ങൾ ചെയ്യുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല മര്യാദയായിട്ടും ഒരു പ്രശ്നങ്ങളിലും ഇടപെടാതെ, ഞാനിപ്പോൾ ഒരു വിവാദങ്ങളിലും ഒച്ചപ്പാടുകളിലും ഒന്നും പോയി പെടാത്ത ആളാണ്. എല്ലാം സൈലൻ്റായിട്ട് മാറി നിൽക്കുന്ന ആളാണ്. അന്ന് പോലും പ്രശ്നം ഉണ്ടായത് ഞാൻ വലിയ ധീരനായതുകൊണ്ടോ വലിയ മനസ്സുണ്ടായതുകൊണ്ടൊന്നല്ല. ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്കപ്പോൾ അതാണ് ശരിയെന്ന് തോന്നിയുകൊണ്ട് അപ്പം ചെയ്തതാണ്. അതല്ല ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഓടിപ്പോയിട്ട് ചിലപ്പോൾ ഏറ്റെടുത്തു പറ്റില്ല. ഇപ്പോൾ ആൻഡോയൊക്കെ വന്ന് ഏറ്റെടുത്തത് ആൻഡോയുടെയൊക്കെ നല്ല മനസ്സും ധീരതയും കൊണ്ടിട്ടാണ്. അവർ ഓടി വന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഓടി നടന്നു. അവസാനം അദ്ദേഹം കുറേ ചീത്ത കേൾക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ ചെയ്തത് ഇവിടെ വന്നതുകൊണ്ടിട്ട് ആ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയോണ്ടിട്ടാണ്. അപ്പം അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് പേടിക്കുമെന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ പേടിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ജിൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പുറത്തോട്ട് പോയതാണ്, കുറച്ചായിട്ട് പുറത്തോട്ട് പോയതാണ്. ഓക്കെ, താങ്ക് യു. ലാലിന്റെ ദീർഘമായ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. ലാലിന്റെ ദീർഘമായ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അതായത് ആൻഡോ ജോസഫ് സാറൊക്കെ ഇങ്ങോട്ട് വന്ന് ഹെഡ് ചെയ്തതാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ. ഞാൻ അങ്ങനെ ഒരാളല്ല, ഞാൻ വളരെ സൈലന്റ് ആയി പോകുന്ന ഒരാളാണെന്ന് പറയുന്നത്. അതിന് മുന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്നെ ജനങ്ങൾ അങ്ങനെ സംശയിക്കാനൊന്നും സാധ്യതയില്ല. ഇനി സംശയിച്ചാൽ തന്നെ തെളിവുകൾ ഉണ്ടാക്കാനാണോ പണി എന്നുള്ളത്. ഈ ക്ലിപ്പാണ് ഞാൻ കാത്തിരുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയി. കേൾക്കാം. പഴയ നടിയുടെ പ്രശ്നം ഉണ്ടായപ്പോഴും ഞാൻ പറഞ്ഞതിൻ്റെ പുറകിൽ ഗൂഢാലോചന ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നിയത് ആ സുനി എന്ന് പറഞ്ഞ ആളും മറ്റാളും കൂടി ചെയ്ത ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നിയത്. അതിൻ്റെ പുറകിൽ ഇപ്പോൾ എൻ്റെ പുറകിൽ പിടിച്ചു പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ സിനിമാക്കാരുടെ ഒരു കഥയായതുകൊണ്ട് ഒരു വലിയ ക്ലൈമാക്സ് വേണമെന്ന് കരുതിയിട്ട് ആളുകൾ അങ്ങനെ പ്രതീക്ഷിച്ചു പോയി, അല്ലെങ്കിൽ ചാനലുകാർ പ്രതീക്ഷിച്ചു പോയി എന്നൊക്കെയാണ് ഞാനും കരുതിയിരുന്നത്. പക്ഷെ പിന്നീട് അറിഞ്ഞു അതിൻ്റെ പുറകിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു. അതെ ഗൂഢാലോചന ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ആരും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ആൻഡോ ജോസഫ് സാറിന്റെ കൂടെ PT തോമസ് സാർ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ഗൂഢാലോചന ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. അവിടുന്ന് അത് തേച്ച് മാറ്റി പോയനെ. ഇതേ കാര്യം തന്നെ ജയിലിൽ കിടക്കുന്ന സമയത്ത് പൾസർ സുനി സഹ തടവുകാരോട് പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങനെ പ്രശ്നം ഉണ്ടാവേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഒരുപാട് ആളുകളെ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ ഒഴിവായി പോയനെ. ആരൊക്കെയോ വന്നതിന്റെ ഭാഗമായിട്ട് കിട്ടിയ പണിയാണെന്നുള്ളത് ഒത്തുതീർപ്പാവേണ്ട ഒരു വിഷയമായിരുന്നു എന്നുള്ളതാ. അതേപോലെ തന്നെ ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞതായിട്ടൊക്കെ സംഗീത ലക്ഷ്മൺ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ കേട്ടു. അങ്ങനെ തുടക്കത്തിൽ തന്നെ ആരും ശ്രദ്ധിക്കാതെ പോകേണ്ട ഒരു കേസായിരുന്നു. പക്ഷെ ഇത് ചെയ്യാനാണ് നിർഭാഗ്യവശാല് പോലീസ് ഏറ്റെടുത്തു, ജനങ്ങൾ ഏറ്റെടുത്തു. പൾസർ സുനിയുടെ ഒരു കത്ത് കാരണം അത് നിരപരാധിയായ ഒരാളെ തലയിലേക്ക് കൊണ്ട് പോവുകയും ചെയ്തു എന്നുള്ളതാ. ഇനി മാഡം പറയുന്ന വാക്കിലേക്ക് വീണ്ടും വരാനുണ്ട്. കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. അതായത് ദിലീപിന് ചാത്തൻ കൊടുത്തോളും പണി, ദൈവം കൊടുത്തോളും പണി എന്നൊക്കെ പറയുന്നത്. ദിലീപ് ഈശ്വരവിശ്വാസിയായ കാരണം ആള് ചാത്തനെ ആരാധിക്കുന്ന ആളെ കാരണം ചാത്ത എട്ടിന്റെ പണി തിരിച്ചു കൊടുക്കുന്ന പറയുന്നത്. ഒന്ന് കേൾക്കാം. പക്ഷെ ഈ കേസിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനുള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നാദിർഷേനെയും എന്തുകൊണ്ട് അപ്പുണ്ണിനെയും ഈ ലക്ഷ്യയിലേക്ക് എത്തിക്കാനാണല്ലോ ഇവർ പോയത്. ഇതിന്റെ കൺഫെഷൻ ഉണ്ട്, കൺഫെഷൻ സുനിയുടെ. ആ കൺഫെഷൻ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ, കൺഫെഷൻ തെളിവായിട്ട് എടുക്കാനൊന്നും പറ്റില്ല, വേണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് കേൾക്കാം. ആ കൺഫെഷൻ കേട്ടാൽ അറിയാൻ പറ്റും. ഇനി പോട്ടെ, ദിലീപിന്റെ കൺഫെഷൻ അതും കേട്ടാൽ കോടതിക്ക് മനസ്സിലാവും ആരിത് ചെയ്തതെന്ന്. അതെ ഇവിടെ കുമ്പസാരം കേൾക്കാതിരിക്കുകയാണ് നമ്മളെ പൾസർ സുനിയുടെ കുമ്പസാരെ. പൾസർ സുനി എത്ര തവണയാണ് മൊഴി മാറ്റിയിട്ടുള്ളത്, എത്ര തവണയാണ് നുണ പറഞ്ഞിട്ടുള്ളത്. ഇനി കോടതിയുടെ വിലപ്പെട്ട സമയം വീണ്ടും കളയണം അല്ലേ. ഇനി ഇവിടെ കുറെ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ കേസ് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമല്ലോ. ഇതിനു വേണ്ട ഫണ്ട് ചെലവഴിക്കുന്നത് നമ്മുടെ ഖജനാവിൽ നിന്നാണ്. നമ്മുടെ ഖജനാവിത്തെ പൈസയാണ് ഇതിനൊക്കെ ചെലവഴിക്കുന്നത്. മനസ്സിലാവാത്ത കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ എത്രയും പെട്ടെന്ന് കേസ്
CBI യോട് അന്വേഷിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ ഇതിന് കൃത്യമായിട്ടൊരു കണ്ടെത്തലുണ്ടാവുള്ളൂ. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് മേൽക്കോടതി പോയാലും അങ്ങനെ തന്നെയാവും. പക്ഷെ ഇനി ഒരു കുറ്റക്കാരുണ്ടെങ്കിൽ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തട്ടിക്കളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനി മേഡം ഇത്രയും ദിവസം പറയുന്ന വാക്കെന്ന് വെച്ചാൽ ദിലീപ് കുറ്റക്കാരനാണ്, തെളിവുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നല്ലേ. പക്ഷെ ഇതെന്താണാവോ? ഇനിയിപ്പോ ദിലീപിനെ ശിക്ഷിച്ച് 10 കൊല്ലം 20 കൊല്ലം അയാൾ അവിടെ ഇട്ട് അയാൾ കൊല്ലണമെന്നൊന്നും നമുക്കില്ല. അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകൃതി എന്ന് പറഞ്ഞ ഈ സത്യമുണ്ട്. അയാൾ ഭയങ്കര വിശ്വാസിയാണ്. ഈ പ്രകൃതി എന്ന് പറഞ്ഞൊരു സത്യമുണ്ട്. ചാത്തൻ്റെ അടുത്താണ് ആൾ ഏറ്റവും കൂടുതൽ പോകുന്നത്. ചാത്തിനൊരു സ്വഭാവം ഉണ്ട്, അമ്മാമ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയും അമ്മൂമ്മയാണ് എന്നെ വളർത്തിയത്. മനസ്സിലായ? എനിക്ക് അച്ഛനുണ്ടായിരുന്നില്ല. അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. എൻ്റെ അമ്മാമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര നോളജുള്ള ഒരാളായിരുന്നു. ഞാൻ അമ്മൂമ്മയ്ക്ക് എല്ലാ ചേച്ചി എന്താ പറയണേ മനസ്സിലാവണില്ല. ദിലീപ് ചാത്തനെ ആരാധിക്കുന്ന ആളാണ്, ചാത്തൻ പണി കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ മതി. ചേച്ചി എന്താ വെച്ചിട്ടാ അവിടുത്തെ കഥ മാറ്റി. ഇപ്പൊ മുത്തശ്ശിയുടെ കഥയെ പിന്നെ ഒരു അരമണിക്കൂർ അങ്ങോട്ട് കഥ മാറിപ്പോയി. ദിലീപിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്ന, കുറ്റം പറയാൻ വേണ്ടി വന്ന അവസാനം അത് അങ്ങനെ. ഇനി ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നായി അവസാനം. ദിലീപാണ് കുറ്റക്കാരെന്ന് 150 തവണ വിളിച്ചു പറഞ്ഞ അവസാനം പറയാം ഇനി തെറ്റുകാരനാണെങ്കിൽ എന്നുള്ളത്. കൊള്ളാം, അടിപൊളി. ആത്മാർത്ഥമായി ദിലീപ് അല്ലാന്ന് ഇപ്പൊ കോടതിയിൽ നിന്ന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ദിലീപ് പോയി. 19-ാം തീയതി ഈ സംഭവം ഉണ്ടായതിന്റെ അന്ന് ദിലീപ് മൈക്കിൽ പ്രസംഗിച്ചത് ഈ കുട്ടിക്കെതിരെ ഇത് ചെയ്ത ആളുകളെ ശിക്ഷിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ അവരാരും അത്തരത്തിൽ എന്നെ കാണുന്നില്ല, എന്നെ അറ്റാക്കും ചെയ്യുന്നില്ല. നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന എന്താ മേഡം പറയുന്നേ? മേഡത്തിന് ഇത്ര ദിവസം ദിലീപ് കുറ്റക്കാരനാണ്, തെളിവുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ അവസാനം ഇപ്പൊ ദിലീപ് കുറ്റക്കാരനല്ല അല്ലെ, കോടതി തെളിച്ചല്ലോ അല്ലെ. ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. വാക്കുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. പല ആളുകളും പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുന്നു. ദിലീപ് കുറ്റക്കാരനല്ല എന്ന ആ ഒരു രീതിയിലേക്ക് എല്ലാവരും എത്തുന്നു. തെളിവുകൾ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നും, കൊടുത്ത തെളിവുകൾ അത് കാറ്റത്ത് പറക്കുന്ന വെറും പൊടി പോലെയായിരുന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലായി എന്നുള്ളത്. എന്നിട്ടും മനസ്സിലാവാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് അവളോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇറങ്ങി തിരിച്ച ഒരു കൂട്ടം ആളുകൾ. ഇനി ഹൈക്കോടതി പോട്ടെ, സുപ്രീം കോടതി പോട്ടെ, നമ്മുടെ ഖജനാവിത്തെ പൈസ അങ്ങനെ തീരട്ടെ. എത്ര പെൺകുട്ടികളാണ് അറിയോ ഈ 2017 മുതൽ 2025 ഇടയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവർക്കൊക്കെ നീതി വാങ്ങിക്കൊടുക്കാൻ ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ്. അപ്പോഴാണ് പിന്നെ ലാലിന്റെ മകൻ അത് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയില്ലേ, അവരുടെ കൂടെ പോലെ ഈ WCC ഒന്നും ഉണ്ടായിരുന്നില്ലത്. അവസാനം പണം കൊടുത്തത് ഒതുക്കി തീർത്ത് കോടതി ആ പൊക്കം എന്ന് പറഞ്ഞു. കോടതിക്ക് സമയമില്ലാത്ത കാരണ. പക്ഷെ ഇതിന്റെ പിന്നില് മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയുടെ ഉള്ളില് ഒരുപാട് വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. തുടക്കത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ചെറിയൊരു നീക്കുപോക്ക് ഉണ്ടായി, ഇത് കണ്ടെത്താം. പക്ഷെ അതും പ്രഹസനായിരുന്നു പിന്നെ മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇതില് ശരിയായ രീതിയിലുള്ള അന്വേഷണമാണോ നടന്നത്? ഇനി ഒരു CBI അന്വേഷണം വേണോ? നിങ്ങളുടെ അഭിപ്രായം വെറുതെ അങ്ങ് രേഖപ്പെടുത്തിക്കോളൂ. അപ്പൊ ഹൈപ്പ് ചെയ്ത് കാണുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.